ഹലോ ഫ്രണ്ട്സ്, മീൻ വറുത്തെടുക്കുമ്പോൾ ക്രിസ്പിയായി കിട്ടാനായിട്ട് എക്സ്ട്രാ ഒന്നും ചേർക്കാതെ തന്നെ ഒരു സൂത്രപ്പണി ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ള സൂത്രപ്പണി കാണാം. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ ചേർക്കുന്ന സംഭവങ്ങൾ തന്നെ നോർമലായി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഞാൻ കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളത്തിന് പകരം ഞാൻ ഓയിലാണ് ചേർക്കുന്നത്. ഇനി വങ്കട എന്ന് പറയുന്ന മീൻ അയലയിലേക്കാണ് ടേസ്റ്റാണ്. ഈ മീനാണ് ഞാൻ വറുത്തെടുക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് വരിഞ്ഞ് ഇതിലേക്കിട്ട് എല്ലാ ഭാഗവും ഒന്ന് മുളക് തേച്ച് നന്നായി എടുക്കണം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും മുളക് പുരട്ടിയെടുക്കണം. ഇനി ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വൈകിട്ടാണ്, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനിതൊരു അരമണിക്കൂർ പുറത്ത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു. ഫ്രീസറിലേക്ക് വയ്ക്കുന്നില്ല, നോർമലേക്ക് ആയിട്ട് വെച്ച് പിറ്റേ ദിവസമാണ് എടുത്ത് വറുക്കുന്നത്. ഇത് അപ്പോൾ തന്നെ നമുക്ക് വറുക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ ഫ്രീസറിലൊരു 10 മിനിറ്റ് സൂക്ഷിച്ചതിന് ശേഷം ഫ്രീസറിൽ നിന്ന് വറുത്തെടുക്കാം. ഐസാകാൻ സമയം കൊടുക്കരുത്, അതിനു മുൻപ് തന്നെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. പിറ്റേ ദിവസമാണ് വറുത്തെടുക്കുന്നതെങ്കിൽ നോർമലായി തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം എടുത്ത് വറുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അടിയിലൊന്നും പിടിക്കാതെ എല്ലാ മുളകും മീനിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഒട്ടും തന്നെ എണ്ണയിലേക്ക് നമ്മുടെ മുളകൊന്നും ചേരില്ല. മുളകെല്ലാം തന്നെ മീനിലുണ്ടായിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്. ഇപ്പോൾ 2 പുറം മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കണ്ട, ആ മുളകെല്ലാം തന്നെ മീനിലുണ്ടായിരിക്കും. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഐസാകാതെ നോക്കണേ. ഫ്രീസറിൽ കുറച്ച് നേരം മാത്രം വെച്ചാൽ മതിയാകും. 10-20 മിനിറ്റ് സൂക്ഷിച്ചാൽ മതിയായിരിക്കും.